കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക, സെയിം നമ്പറിൽ തന്നെ. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. പ്ലേലിസ്റ്റിൽ 400-ലധികം വീഡിയോസ് ഉണ്ട്, വീഡിയോസ് കാണുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു, സുപ്രീം കോടതിയുടെ മാൻഡേറ്ററി നിയമപ്രകാരം ഒരു ചെലവിന് പൈസ ചോദിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും അവരുടെ വരുമാനങ്ങൾ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കോടതിയിൽ സമർപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാം. അതിന് നമ്മൾ ഏകദേശം ഒരു 26 പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ പാർട്ട് 2 ആണ് ഈ പേപ്പറിൽ വരുന്നത്. പാർട്ട് 2 പറയണത് റെലവൻറ്റ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദി സ്പോസ് എന്നാണ് പറയേണ്ടത്. സ്പോസുമായി ബന്ധപ്പെട്ട് വരുന്ന റെലവൻറ്റ് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ 26 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 27ാമത്തെ പോയിന്റ്. അതിങ്ങനെയാണ് പറയണത്: എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഓഫ് യുവർ സ്പോസ്. അത് രേഖപ്പെടുത്തുക. അതായത് നിങ്ങളുടെ പങ്കാളിയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതും പ്രൊഫഷണലുമായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്. 28 വെദർ യുവർ സ്പോസ് വാസ് ഓർ ഈസ് ഏണിംഗ്. ഇഫ് സോ ഗീവ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഓക്യുപ്പേഷൻ ആൻഡ് ഇൻകം ഓഫ് യുവർ സ്പോസ്. അതായത് നിങ്ങളുടെ സ്പോസ്, പങ്കാളി ഏതെങ്കിലും തരത്തിലുള്ള വരുമാനങ്ങൾ നേടുന്നുണ്ടോ? അങ്ങനെ നേടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്, അദ്ദേഹത്തിൻ്റെ ഇൻകം എത്രയാണ് എന്നുള്ളത് രേഖപ്പെടുത്താനായിട്ട് പറയുന്നുണ്ട്. ഇനി 29ാമത്തെ പോയിന്റ്: വെദർ യുവർ സ്പോസ് ഈസ് സ്റ്റേയിങ് അറ്റ് മാട്രിമോണിയൽ ഹോം. ഇഫ് നോട്ട്, വെദർ ഹി ഓർ ഷീ ഈസ് സ്റ്റേയിങ് അറ്റ് ഹിസ് ഓർ ഹെർ ഓൺ അക്കോമഡേഷൻ ഓർ അറ്റ് റെൻറ്റഡ് അക്കോമഡേഷൻ. ഇഫ് സ്റ്റേയിങ് അറ്റ് റെൻറ്റഡ് അക്കോമഡേഷൻ, വാട്ട് ഇസ് ദ റെൻറ്റ് ബീങ് പെയ്ഡ് ബൈ ഹിം ഓർ ഹെർ എന്നാണ് പറയണത്. അവർ മാട്രിമോണിയൽ ഹോമിൽ തന്നെയാണോ താമസിക്കുന്നത്? ഇനി അതല്ല, അവർ വാടകയ്ക്കാണോ? വാടകയ്ക്കാണെങ്കിൽ ആ വാടക എത്രയാണ്, ആ വാടക പേ ചെയ്യുന്നത് ആരാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. 30ാമതായിട്ട് പെർട്ടിക്കുലേഴ്സ് ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് യുവർ സ്പോസ്. നിങ്ങളുടെ സ്പോസിൻ്റെ ലയബിലിറ്റീസ് എത്രയാണ്, അസറ്റ് എത്രയാണ് എന്നുള്ളതിൻ്റെ കണക്ക് രേഖപ്പെടുത്തണം. 31ാമത്തെ പോയിന്റായിട്ട് ഡു യു ഹാവ് എനി ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദി ഇൻകം, അസറ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് യുവർ സ്പോസ്. ഇഫ് സോ ഗീവ് ദ പെർട്ടിക്കുലേഴ്സ് ആൻഡ് അറ്റാച്ച് കോപ്പീസ് ദെയർ ഓഫ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്പോസിൻ്റെ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹത്തിൻ്റെ ചിലവ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്കറിയോ? അദ്ദേഹത്തിൻ്റെ അസറ്റ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക, ട്രൂ കോപ്പീസ്, അറ്റാച്ച്ഡ് കോപ്പീസ് ഫയൽ ചെയ്യാനാണ് പറയണത്. അപ്പോൾ പലപ്പോഴും ഭാര്യയുടെ ഇൻകം സർട്ടിഫിക്കറ്റ് RTI പ്രകാരം ഭർത്താവിനും, ഭർത്താവിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് RTI മുഖാന്തരം ഭാര്യയ്ക്കും അപേക്ഷിച്ചാൽ കൊടുക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിധിയുള്ളത്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എവിടെയെല്ലാം പറമ്പുകളുണ്ട്, ആ പറമ്പിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാം. ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. എവരെന്തെങ്കിലും ഇൻകത്തിൻ്റെ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചു വെച്ചിട്ടുള്ള ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന കണ്ടീഷനിൽ നമ്മൾ രേഖപ്പെടുത്തണം. ഇതാണ് 31 പോയിന്റ്സ്. ഇനി പാർട്ട് 3 റെലവൻറ്റ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദി ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് വരുന്നത്. കുറച്ചധികം പോയിന്റുകളുണ്ട്. അത് വേറൊരു വീഡിയോ, 3ാമത്തെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും വെക്കേണ്ട പോയിന്റുകൾ. അല്ലാതെ വെക്കുന്നതിനൊന്നും വലിയ വാലിഡിറ്റി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.